നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കർമ്മസമിതി അംഗങ്ങൾക്ക് പരിശീലനം സംഘടിപ്പിച്ചു. പിലിക്കോട് പടുവളത്തെ ബ്ലോക്ക് എക്സ്റ്റൻഷൻ സെന്ററിലായിരുന്നു പരിപാടി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. പിലിക്കോട് കയ്യൂർ ചീമേനി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ വളണ്ടിയർമാർക്കുള്ള ആദ്യഘട്ട പരിശീലനമാണ് പടുവളത്തെ നീലേശ്വരം ബ്ലോക്ക് എക്സ്റ്റൻഷൻ സെന്ററിൽ വെച്ച് നൽകിയത്. കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ, ജില്ലാ നിർവഹണ സമിതി അംഗങ്ങളായ കെ അനിൽകുമാർ, കെ വി ഹരിദാസ്, കെ വി സുധാകരൻ, പി വി പത്മനാഭൻ, പി വി ദേവരാജൻ, വിജയൻ കാന, കെ വി രാമകൃഷ്ണൻ, ആഷ ജി നായർ, രേഷ്മ ബാലൻ, വി വിനീത്, കെ ബാലചന്ദ്രൻ, നിയമസഭാ മണ്ഡല നിർവഹണ സമിതി അംഗങ്ങൾ, പഞ്ചായത്ത് തല നിർവഹണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ജനങ്ങളിലേക്ക് നേരിട്ടെത്തി അവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച് വികസന സംവാദങ്ങളിൽ അവരെ പങ്കാളികളാക്കി അതുവഴി നയരൂപീകരണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുന്ന പദ്ധതിയാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടി. നിങ്ങളുടെ പഞ്ചായത്ത്, നിങ്ങളുടെ വാർഡ്, ഇത്തരം കാര്യങ്ങളാണല്ലോ. ആ വാർഡിൽ 4 പേരുണ്ടാവും, 2 ടീം അല്ലേ? നമ്മളിപ്പോ സെറ്റ് ചെയ്യുന്ന 2 ടീമാണ്. ചിലപ്പോൾ 3 ടീം ഉണ്ടാവുമായിരിക്കും. കൂടുതൽ മുനിസിപ്പാലിറ്റിയാണ് 5 ടീം ഉണ്ടാവും. അപ്പൊ നമുക്ക് എത്ര മുതൽ എത്ര വരെ വാർഡുകളാണ് എന്നുള്ളത് അവിടുന്ന് അയച്ചു മനസ്സിലായില്ലേ? നമ്മൾ ഡിസ്കഷന്റെ ഭാഗമായിട്ട് പിന്നീട് തീരുമാനിച്ച് ഇത്ര മുതൽ എത്ര വരെ വാർഡുകളാണ് എന്ന് പറയൂ. സംസ്ഥാന സാമൂഹ്യ സന്നദ്ധ സേനാംഗങ്ങളായ സന്നദ്ധ പ്രവർത്തകർ ഓരോ വാർഡിലുമുള്ള വീടുകൾ, ഫ്ളാറ്റുകൾ, മറ്റ് താമസ സ്ഥലങ്ങൾ, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ, തൊഴിൽശാലകൾ, കുടുംബശ്രീ തൊഴിലുറപ്പ് കൂട്ടായ്മകൾ, ബസ്, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ, വായനശാലകൾ, ക്ലബ്ബുകൾ തുടങ്ങി വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തി പഠന റിപ്പോർട്ട് തയ്യാറാക്കും. ഓരോ വാർഡിലും 4 സന്നദ്ധ പ്രവർത്തകരെയാണ് ഇതിനായി നിയോഗിക്കുന്നത്. പ്രതിഫലം കൂടാതെ പ്രവർത്തിക്കുന്ന ഇവർക്ക് അംഗീകാര സൂചകമായി അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് നൽകും. പ്രാദേശിക വികസന ആവശ്യങ്ങൾ, നിലവിലുള്ള പദ്ധതികളുടെ പോരായ്മകൾ, ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശങ്ങൾ, സർക്കാർ സംരംഭങ്ങളെക്കുറിച്ചുള്ള പൊതു അഭിപ്രായങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെ പ്രതിപാദിക്കും. 2020 മാർച്ച് 31 പഠന റിപ്പോർട്ട് പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിക്കാൻ സാധിക്കും വിധമാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ജനകീയ പങ്കാളിത്തത്തോടെ നവകേരളം പടുത്തുയർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിശ്രമത്തിന് കൂടുതൽ ആക്കവും ദിശാബോധവും നൽകാൻ ഈ പഠന പരിപാടിക്ക് സാധിക്കും. തങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ആശയങ്ങളും സർക്കാരിലേക്ക് എത്തിക്കാനും നവകേരള സൃഷ്ടിയിൽ പങ്കുചേരാനും നാട്ടിലെ ഓരോ പൗരനും അവസരം നൽകാനും ഈ പരിപാടി വഴിയൊരുക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.